ഹലോ ഗായ്സ്, അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഇന്ന് എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു ഇന്ന് ക്ലാസ്സിന് പോകണ്ട, നമുക്കൊരിടം വരെ പോകാനുണ്ടെന്ന്. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോവാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ക്ലാസ്സിന് പോകാനുള്ള വഴി. ഞാൻ പോയിക്കൊണ്ടിരിക്കണം ഗൈസ്. ഇതിനെ കണ്ടത് ജസ്റ്റ് വീഡിയോക്ക് ഒന്ന് പോസ്റ്റ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവന് പുച്ഛ മൈൻഡ് പോലും വെക്കുന്നില്ല. ഞാൻ നേരെ നടന്നെത്തി ഗൈസ്. പക്ഷേ ഇവിടെയുള്ള സ്റ്റോപ്പ് നേരെ അവിടെ കാണുന്നതാണ് സ്റ്റോപ്പ്. പക്ഷേ അങ്ങോട്ട് നടക്കാനുള്ള മടിക്ക് ഞാൻ ഇവിടെ കിടന്ന് കറങ്ങിത്തിരിക്കണം. അങ്ങനെ എത്ര കാത്തിട്ടു ബസ് മാത്രം കാണുന്നില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കുറേ നേരം കുളത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു വന്നു. അങ്ങനെ കുറേ നേരം ടൈം പോയതറിഞ്ഞില്ല. എന്നിട്ടും ബസ് കാണുന്നില്ല. അങ്ങനെ ഞാനൊരു പണി ചെയ്തു ഗൈസ്. ഓട്ടോയിൽ നോക്കി ഓട്ടോ പോയി. കാരണം എന്താ, ഓട്ടോയ്ക്ക് കൊടുക്കാൻ പൈസ ഇല്ല ഗൈസ്. അതുകൊണ്ട് ബസ്സിനെ നമ്മൾ പോയിട്ടു നോക്കി ഇന്ന് നമ്മളെ കണ്ണ് കളയുന്നുള്ളത് വേറൊരു ഗുണം ഉണ്ടാവില്ല. കാരണം ഇങ്ങനെയാണ്. പിന്നെ ഞാനിത് കുറച്ച് നേരം പോസ്റ്ററൊക്കെ നോക്കി നിന്ന് പോസ്റ്റർ നോക്കിയപ്പോൾ എൻ്റെ ഏരുകുളത്തും ആകെ പച്ച പിടിച്ചിരിക്കും. ഇതാണ് ഗൈസ് പച്ച പിടിക്കുന്ന പറയുന്നത്. പിന്നെ കുറേ നോക്കിയപ്പോൾ എൻ്റെ ബസ്സൊക്കെ വന്ന് ബസ്സിൽ കയറി സീറ്റൊക്കെ കിട്ടി. പെട്ടെന്ന് തന്നെ സീറ്റ് കിട്ടി ഗൈസ്. അങ്ങനെ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് ഇരിക്കുമ്പോഴത്തേനും ബസ് സ്റ്റാൻഡിൽ എത്തി ഗൈസ്. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ കയറി. ഇത് പുതിയ ബസ് സ്റ്റാൻഡാണ്, പഴയ ബസ് സ്റ്റാൻഡല്ല. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ കയറി ബസ്സിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ കുറേ നേരം തപ്പിയിട്ട് മാളെ കാണില്ല. ആരെ ഉരിപ്പ് വരാണ്ടെന്നേ. അങ്ങനെ ഒരുപാട് ടൈം എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഞാൻ കുറേ നേരം അങ്ങനെ ഞാൻ വെറുതെ പോസ്റ്റ് അടിച്ചിരിക്കുന്ന സമയത്താണ് ഗൈസ് ഒരു മിഠായിക്കാരൻ വന്നത്. എൻ്റെ അടുത്ത് മിഠായി വേണമെന്ന് ഒരുപാട് വശം. ഞാൻ പറഞ്ഞു വേണ്ടാണ്, എന്നെ അറിയുന്ന ആളായതുകൊണ്ട്. പിന്നെ എങ്ങനെയൊക്കെ അയാളെ ഞാൻ ഉന്തി തള്ളി പറഞ്ഞ് അങ്ങ് വിട്ട്. ഞാൻ കാത്തിരുന്ന ആളെത്തി ഗൈസ്. അവളെ കണ്ട സന്തോഷത്തിൽ ഞാൻ വെറുതെ നടക്കിറങ്ങിയപ്പോൾ ആൾക്ക് അങ്ങോട്ടൊരു വലിവ്. പിന്നെ ബേക്കറി എന്താ പൊതുവേ നമുക്ക് അങ്ങോട്ടൊരു വലിവാണല്ലോ. അവിടെ കയറി ചെയ്തെടുക്കണമെന്ന് ഞങ്ങൾക്ക് തന്നെ ആകെ കൺഫ്യൂഷനായി. പിന്നെ ഞാൻ ഒന്നും പറഞ്ഞിട്ട് അത് വേണോ ഇത് വേണോ എന്നൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. പിന്നെ അതിൻ്റെ പ്രൈസ് കണ്ടപ്പോൾ നമ്മൾ മെല്ലെ എസ്കേപ്പ് പിടിച്ച ഗൈസ്. അങ്ങനെ ലാസ്റ്റ് ഞാൻ വാങ്ങിച്ചാണ് ഈ 2 പെപ്സിയും ഒരു ലേസും വാങ്ങി. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു നടന്നപ്പോഴാണ് ഈ കഴിച്ചത്. ഇതൊക്കെ ആൾക്കാർ എടുത്തോണ്ടില്ലേ? പക്ഷെ എടുത്തോണ്ടില്ല. മുകളിൽ ഒരാളുണ്ട്. ആരാ? ക്യാമറ ആണ്. അതന്നെ. പിന്നെ ഞാൻ നോക്കി എൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നോക്കുമ്പോൾ അപ്പുറത്തൊരു ചെക്കനെ നോക്കി ചിരിക്കുന്നു. പിന്നെ നമ്മളതൊന്നും വില വെക്കില്ല. നേരെ പോയി ഒരു പൂക്കടയ്ക്കണം ഗൈസ്. കാരണം എനിക്ക് പൂ വാങ്ങിക്കാമായിരുന്നു. അയാൾ എന്നോട് 6 മിനിറ്റ് നിൽക്കുക. പിന്നെ എന്നോട് കളി. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, 2-3 പൂവിൻ്റെ ആവശ്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ പൂ മേടിക്കാൻ വേണ്ടി വേറെ ഒരു ഷോപ്പിൽ പോയി. വേറെ ഷോപ്പിൽ നേരെ 3 പൂവൊക്കെ മേടിച്ച് അവിടുന്ന് കുറച്ച് 2-3 ഷോഫൊക്കെ ഇറക്കി. ഗൈസ് ഞാനൊരു കാര്യം അറിഞ്ഞത് എന്താണെന്നറിയാം, എൻ്റെ കസിൻ ബ്രദർ അവിടെ വന്നിട്ടുണ്ട്. പോവുകയാണെങ്കിൽ ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞു. പിന്നെ ഫ്രീ ആയി കിട്ടുന്ന ലിഫ്റ്റല്ലേ, നമ്മൾ പോകാതിരിക്കും. ഇനി അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നേരെ വീട്ടിലോട്ട്. അങ്ങനെ ഇനി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ബൈ.